ഹലോ കൂട്ടുകാരെ, അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പതിവ് പോലെ സങ് ഡയറി എഴുതാനിരിക്കുന്നതും ഇവനാണെങ്കിൽ ജോക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒന്ന് സ്റ്റക്ക് ആകുന്നുണ്ട്. ജോക്കി ആണെങ്കിലോ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന ടൈമിൽ ഇവളും ഇതൊക്കെ തന്നെയായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കുക. അച്ഛനാണെങ്കിൽ അവിടെ ആളുടെ കവിത ഒന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. നൈസ് കവിതയായിരിക്കും. അപ്പോൾ വീട്ടിൽ അനിയത്തിയെയും ബ്രദറിനെയും ഇവളേനൊക്കെ വീണ്ടും കാണിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ അന്ന് ചൈനയിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ സങ് ആണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഉറക്കം വരാത്ത എന്ന് പറഞ്ഞ് ഇവൻ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ചെടികളൊക്കെ വളർത്തുന്നുണ്ട്. ആ ചെടികളുടെ അടുത്ത് പോയി നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലാലേ, വെള്ളം ഒഴിച്ച് തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും അതിൽ ഈ ലെറ്റസ് ഒക്കെ ആയിരിക്കും കേട്ടോ വളർത്തുന്നുണ്ടായിരിക്കും. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഉറക്കം വരാതിരിക്കുമ്പോൾ ലെറ്റസ് കഴിച്ചാൽ പെട്ടെന്ന് ഉറക്കം വരുമെന്ന്. അപ്പോൾ കുറച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് ആദ്യം 2-3 എടുത്ത് കഴിക്കുന്നുണ്ട്, പിന്നെ മൊത്തത്തിൽ എടുത്ത് കഴിക്കുന്നതും പിന്നീട് ബെഡിൽ കിടന്ന് ഇത് ചവയ്ക്കുന്ന സങ്ങാണെങ്കിൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് വളർത്തിയത് കൊണ്ടായിരിക്കും എനിക്ക് ഉറക്കം വരാത്തേ എന്ന് ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം യാങ്ങിനെ വിളിക്കുന്നതും ആളാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇന്ന് നടന്ന കാര്യങ്ങളൊന്നും തന്നെ നാളെ എന്നോട് പറയേണ്ടെന്ന് പറയുമ്പോൾ ആരെ പറ്റിയിട്ട് സാറ് പറയുന്നത്, ഓ ജൂക്കിയെ പറ്റിയിട്ടായിരിക്കില്ല എന്ന് ചോദിക്കുന്ന യാങ്ങിനോട് ആ പേരിനി മിണ്ടിപ്പോകരുത്, ഇവിടെ നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഫോൺ കട്ട് ചെയ്യുന്നത്. പിന്നീട് ഇതൊക്കെ നാളെ എന്തായാലും മറക്കുമെന്ന് പറഞ്ഞ് ഇവൻ കൂളായിട്ട് കിടക്കുന്നതും പിന്നെ വീണ്ടും ഇവൻ എണീക്കുന്നുണ്ട്. അങ്ങനെ മറന്നാൽ ശരിയാവത്തില്ലല്ലോ, എന്തായാലും അവളെ പറ്റി ഓർത്തിരിക്കണമെന്ന് പറഞ്ഞ് ഇവന്റെ കയ്യിൽ എഴുതി വെക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ട്രേഞ്ച് പേഴ്സൺ എന്ന്. എന്നിട്ടാണ് ഇവൻ കിടക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ പതിവ് പോലെ തന്നെ ഇവൻ ഒരു കാര്യം പോലും ഓർമ്മയുണ്ടായിരിക്കില്ല. ഇവൻ കുളിക്കുന്ന ടൈമിലാണ് കയ്യിൽ എഴുതിയിരിക്കുന്നത്, അത് മാഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. അതിൽ സ്ട്രേഞ്ച് പേഴ്സൺ ഒന്നും പ്രശ്നമൊന്നും മാത്രമായിട്ട് ഇവൻ കാണുന്നുള്ളൂ. ഇവനാണെങ്കിൽ തലേ ദിവസത്തെ കാര്യം ഓർമ്മയുണ്ടായിരിക്കുക, ഇവർ നിന്നിരുന്ന ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ അത് മാത്രമായിരിക്കും. അതിന്റെ ചിത്രം വരയ്ക്കുന്നതും പിന്നീട് യാങ്ങിനെ വിളിച്ചു വരുത്തി ഇത് ഏതാ സ്ഥലമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും സ്വപ്നം കണ്ടു എന്നാണ് യാങ് തിരിച്ച് ചോദിക്കുന്നത്. അപ്പൊ ഇവനാണെങ്കിൽ വീണ്ടും അപ്പൊ ഞാൻ ഇതിന് മുന്നേ സ്വപ്നം കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ യാങ് ഉരുണ്ട് കളിക്കുകയാണ്. അതായത് ഇവനോടൊന്നും പറയരുതെന്ന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പെട്ടെന്നാണ് സങ് അല്ല എന്റെ ചെടിയൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുന്നത്. അതായത് അത് മൊത്തം ഇന്നലെ തന്നെ തിന്ന് തീർത്തിട്ടുണ്ടായിരിക്കും. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ടൈമിലാണെങ്കിലും സങ് ഇങ്ങനെ പറയുന്നുണ്ട് എന്തോ എവിടെയോ പ്രശ്നം ഉണ്ടല്ലോ എന്ന്. അപ്പൊ ഇത് കേൾക്കുന്ന യാങ് ആണെങ്കിൽ പറഞ്ഞാലോ എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ പേടിച്ചിട്ട് പറയുന്നില്ല. ഇതേ ടൈമില് ജോക്കി പുതുതായിട്ട് ഡിസൈൻ ചെയ്ത അവളുടെ ഒരു ഷർട്ട് നമ്മുടെ നഞ്ജുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ടൈമിലാണ് നഞ്ജുവിന്റെ അസിസ്റ്റൻസ് പറയുന്നത് ലീഹ ഒരു ഫർ നെക്ലസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫർ എന്ന് പറയുമ്പോൾ ഒരു ജീവിയുടെ രോമം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ തന്നെയാണ് ഓർഡർ ചെയ്തത്, പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ നഞ്ജുൻ അവിടെ പറയുന്നുണ്ട് അവള് ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ, 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം, ഇത് കിട്ടിയില്ലെങ്കിൽ ആളാകെ കോളാക്കും, എന്താ ഇനിയിപ്പോൾ ചെയ്യാന്ന് പറഞ്ഞ് ഇവരാകെ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജോക്കിയാണെങ്കിൽ ഫർ കൊണ്ടുള്ളൊരു നെക്ലസ് അല്ലേ വേണ്ടല്ലോ, ഫർ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും വേറൊരു സെറ്റപ്പ് തൽക്കാലം ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇവിടെ നൈസായിട്ടൊരു ഫേക്ക് ആയിട്ടുള്ളൊരു ഫർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നീ സൂപ്പർ ആടി എന്ന് പറഞ്ഞിട്ടാണ് നഞ്ജുൻ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ ഇത് ലീഹയ്ക്ക് കൊടുക്കുന്നതും ഇവൾക്കിത് ഫേക്ക് ആണെന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്താ ഇത്ര നേരം വൈകിയെന്ന് ചോദിച്ച് ഇവൾ ചൂടാകുന്നുണ്ട്. അപ്പൊ നഞ്ജുനാണെങ്കിൽ ഓ എന്തൊരു ദേഷ്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പിറുപിറുക്കുന്നതും എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നൊരു ഫണ്ണി സീനാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ കിജുനാണെങ്കിൽ മിന്നിനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെന്ന് ചോദിക്കുമ്പോൾ മിന്നാണെങ്കിൽ ജോക്കിയുടെ ഒരു ഫാമിലി ഫോട്ടോയാണ് കാണിച്ചു കൊടുക്കുന്നത്. ജോക്കി ഫാമിലിയിലെ മൂത്ത മകളാണ്. ആ വീഡിയോ വൈറലായതിനു ശേഷം ആളിപ്പോൾ വേറെ ജോലിക്കൊന്നും പോകാതെ ഷോപ്പിൽ തന്നെയാണ് ഫുൾ ടൈം. ഇതാളുടെ അച്ഛനാണ്, സർവീസ് സെന്ററിലാണ് ജോലി എന്ന് പറയുമ്പോൾ കിജുനാണെങ്കിൽ അതിന്റെ ഓണർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മിന്നി ചിരിച്ചുകൊണ്ട് ആളവിടുത്തെ സ്റ്റാഫാണ്, ഈ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതൊക്കെ സംസ്കരിക്കുന്നതാണ് ജോലി. അല്ല നിങ്ങൾ എന്തിനാ ജൂക്കിയെ പറ്റി ഇത്രയും കാര്യങ്ങൾ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുന്ന മിന്നിനോട് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് കിജുൻ തിരിച്ചു മറുപടി പറയുന്നത്. ഞാൻ വാങ്ങാൻ പറഞ്ഞ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയോ എന്ന് കിജുൻ ചോദിക്കുമ്പോൾ ഇതൊക്കെ ആർക്കാണെന്ന് മിന്ന അവിടെ ചോദിക്കുന്നുണ്ട്. കിജുനാണെങ്കിൽ ഇതെന്റെ ഫാദർ ഇൻ ലോക്കാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ജൂക്കിയുടെ അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അച്ഛനാണെങ്കിലോ ഈ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്ന ടൈമിൽ അവിടുത്തെ ലേഡീസിനോട് പറയുന്നുണ്ട് ഈ വേസ്റ്റ് ഒക്കെ ആദ്യം കളക്ട് ചെയ്യണം, അതിനുശേഷം നന്നായി ഇടിച്ചു പരത്തണം എന്നൊക്കെ. അപ്പൊ ഈ ഉപദേശമൊക്കെ ഈ ലേഡീസിന് അത്ര അങ്ങ് ഇഷ്ടമാകുന്നില്ല. ഇങ്ങനെ ശ്രദ്ധിക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ് ഭൂമി മാലിന്യമാകുന്നത്, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഈ ലേഡീസ് ആണെങ്കിൽ ഇയാൾക്ക് ഇത് എന്തു പറ്റി, അല്ലെങ്കിൽ എല്ലാ സമയത്തും കുടിച്ചിട്ടൊക്കെ കാണാറുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ മറ്റൊരു ലേഡി ആണെങ്കിൽ ആള് വലിയ കവിതയൊക്കെ എഴുതുന്ന പുള്ളിയാന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിലാണ് കറക്റ്റ് കിജുൻ അങ്ങോട്ട് വരുന്നതും. അപ്പൊ അച്ഛനാണെങ്കിൽ ബാക്കോട്ട് നോക്കാതെ തന്നെ ആഹാ എത്തിയോ, ഇന്നലെ വന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവനാണെങ്കിൽ ആ ശരിയാ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നിരുന്നു, അങ്കിള് ശ്രദ്ധിച്ചായിരുന്നു എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ വെയിറ്റ് കുറച്ച് കൂടിയല്ലോ എന്ന് പറയുമ്പോൾ കിജുനാണെങ്കിൽ വെയിറ്റ് കൂടി ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അച്ഛൻ അവിടെ പതുങ്ങിയിരിക്കുന്ന ഒരു പട്ടിക്കുട്ടിയോടാണ് ഇതൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. ഇവനത് പിന്നീട് മനസ്സിലാകുമ്പോഴേക്കും ആ പട്ടിയാണെങ്കിൽ ഇവന്റെ നേരെ ഓടുന്നതും ഇവനാണെങ്കിലോ പേടിച്ചിട്ട് ഓടുന്നൊക്കെയുണ്ട്. പക്ഷെ വീഴുന്നത് കറക്റ്റ് ജൂക്കിയുടെ അച്ഛന്റെ മേളിലായിരിക്കും. കറക്റ്റ് ടൈമിൽ അച്ഛനെ കാണാൻ എത്തുന്ന ജൂക്കിയുടെ ബ്രദർ ആണെങ്കിൽ ഇത് കാണുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് ടെൻഷൻ അടിച്ച് ജൂക്കി വരുന്നതും അച്ഛന് കുഴപ്പം
കുഴപ്പമൊന്നുമില്ലല്ലോ, എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനുണ്ടായ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതും ജോക്കിയാണെങ്കിൽ എടാ നിനക്ക് ഈ VIP റൂം മാത്രമേ കിട്ടിയുള്ളൂ എന്ന് അനിയനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനിയനാണെങ്കിൽ ചേച്ചി ഞാനല്ല ഇതൊക്കെ ഉണ്ടാക്കിയ ആള് തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ ഇന്നലെ കണ്ട ആളെന്ന് പറയുന്നുണ്ട്. അതായത് അച്ഛന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നതാണ്. അപ്പൊ ഇവളാണെങ്കിൽ ആര് സംഘോ എന്നവിടെ ചോദിക്കുന്നതും അനിയത്തിയാണെങ്കിൽ ഓ അന്ന് വന്ന ചേട്ടൻ, ആ ചേട്ടൻ ഇത്രയും പണക്കാരനാണോ എന്നവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറയുമ്പോൾ അനിയത്തിയാണെങ്കിൽ നമ്മുടെ വീടിനേക്കാൾ നല്ലതാ കുറച്ച് കഴിഞ്ഞ് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അച്ഛനും സമ്മതിക്കുന്നില്ല. ഇതേ ടൈമിൽ സംഘാണെങ്കിലോ കയ്യിൽ എഴുതിയത് എന്താന്ന് കഷ്ടപ്പെട്ട് ആലോചിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് അവൻ കണ്ടെത്തുന്നത് സ്ട്രേഞ്ച് ആയിട്ടുള്ള ആരോ ഉള്ളിലേക്ക് കയറി എന്നൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇവനാണെങ്കിൽ മാനേജറെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ഒക്കെ കയറി വരെ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് മാനേജർ അവിടെ പറയുന്നതും സംഘാണെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ഈ കയ്യിൽ എഴുതി വെച്ചിരിക്കുന്നത്, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സെക്യൂരിറ്റി ഒക്കെ നല്ല സ്ട്രോങ് ആക്കണം, ഈ VIP റൂമിലേക്ക് കണ്ണി കണ്ടവരൊന്നും അങ്ങനെ കയറ്റി വിടരുത്, അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ടൈമിലാണ് ജോക്കി അവിടെ നിന്നും പോകുന്നതും. അപ്പൊ സിസ്റ്റർ ആണെങ്കിൽ ഇത് അയാളല്ലേ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് സംഘം ഇവരെ കാണുന്നുണ്ട്. ആ ആളുകൾ VIP റൂമിൽ നിന്നുള്ള ആളുകളാണോ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മാനേജർ ആണെങ്കിൽ അങ്ങനെയാ തോന്നുന്നേ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ സംഘാണെങ്കിൽ താൻ എവിടുത്തെ മാനേജർ ആണോടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവൻ അങ്ങനെ പാസ് ചെയ്തു പോകുമ്പോൾ ജോക്കിയാണെങ്കിൽ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഇവൻ ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ ഇവളിതാരെന്നുള്ള എക്സ്പ്രഷൻ ആയിരിക്കും ഇവന്. അപ്പൊ ജോക്കിയാണെങ്കിൽ നിങ്ങൾ എന്താ വിചാരിച്ചത്, എന്ത് തോന്നിയാസമാണെങ്കിലും ചെയ്യാമെന്നോ, അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് എൻ്റെ അച്ഛൻ്റെ ബില്ലൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഞാൻ തന്നെ പേ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഇവളെ അറിയാത്ത നമ്മുടെ സംഘാണെങ്കിൽ അതെ ഈ റൂമിൻ്റെ ബില്ല് നിങ്ങൾ തന്നെ അടയ്ക്കണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്, പിന്നെ ഞാൻ അടയ്ക്കുമെന്ന് വിചാരിച്ചോ, VIP റൂമിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് താഴെ പോയി ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഇവളുടെ കിളി അങ്ങ് പോകുന്നുണ്ട്. അതായത് ഹീറോ ആവാൻ വന്ന ആൾ അങ്ങ് സീറോ ആയി പോവുകയാണ്. ഇവളെയൊക്കെ ആരെ VIP റൂമിലേക്ക് കയറ്റുന്നതെന്ന് പറഞ്ഞ് സംഘം അവിടെ നിന്നും പോകുമ്പോൾ അവിടെയുള്ള ആ റിസപ്ഷനിൽ ഇവൾ ചോദിക്കുന്നുണ്ട് ഈ കിജൂൻ ഈ ഹോസ്പിറ്റലായിട്ട് എന്താ ബന്ധമെന്ന്. അപ്പോൾ കിജൂൻ എന്ന് പറയുന്നത് ഡയറക്ടറാണ്, ആളാണ് നിങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്തത്, ഇത് സെൻട്രൽ ഡയറക്ടർ ആണെന്ന് പറയുമ്പോൾ അയ്യോ അബദ്ധം പറ്റിയല്ലോ എന്ന് ആലോചിച്ച് ഇവൾക്കങ്ങ് നാണക്കേടാകുന്നുണ്ട്. അതായത് ഇവൾ വിചാരിക്കുന്നത് സംഘ് ഇവിടുത്തെ ഒരു സ്റ്റാഫും സംഘിനേക്കാൾ മുകളിലാണ് കിജൂൻ എന്നാണ്. ഇതേ ടൈമിൽ സംഘാണെങ്കിൽ കിജൂനെ കാണാൻ വരുന്നതും എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പട്ടി അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവൻ അങ്ങ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ കിജൂൻ ആണെങ്കിൽ ചേട്ടൻ അറിയാലോ എനിക്ക് ലോകത്ത് പേടിയുണ്ടെങ്കിൽ അതൊന്ന് എൻ്റെ അമ്മയും പിന്നെ ഒന്ന് പട്ടിയാണെന്ന് പറയുമ്പോൾ എന്താ മുന്നേ നിനക്ക് വല്ല ട്രോമ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് സംഘം അവിടെ ചോദിക്കുന്നത്. അപ്പോൾ കിജൂൻ ആണെങ്കിൽ ആ മുന്നേ പട്ടി എന്നെ കടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എവിടെയെന്ന് ചോദിക്കുന്ന സംഘിനോട് ഓ അതൊന്നും പറയാൻ പറ്റത്തില്ല, അസ്ഥാനത്താ കടിച്ചത്, ഇപ്പോൾ കടിച്ചതും ഏകദേശം ക്ലോസ് ആയിട്ടുള്ള സ്ഥലത്താ കാണണമെന്നൊക്കെ പറഞ്ഞ് ഇവൻ പാൻറ് വരാൻ നോക്കുമ്പോൾ അയ്യേ എനിക്കൊന്നും കാണേണ്ടെന്ന് സംഘം അവിടെ പറയുന്നുണ്ട്. അല്ല ചേട്ടാ ഇനി ഞാനെങ്ങാനും മരിക്കൂ, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ സംഘാണെങ്കിൽ ചിരിച്ചുകൊണ്ട് എന്തായാലും മരിക്കാനൊന്നും പോകുന്നില്ല, പിന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് അതെനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഇവനാകെ ടെൻഷൻ അടിക്കുന്നതും ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, ഒരു കുഴപ്പമില്ല, എന്തായാലും നന്നായി റെസ്റ്റ് എടുക്ക്, ഡോക്ടറൊക്കെ വന്ന് ചെക്കപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സംഘം അവിടെ നിന്നും പോകുന്നത്. ഇതേ ടൈമിൽ ബിൽ എമൗണ്ട് കണ്ട് കണ്ണ് തള്ളി നിൽക്കുന്ന ചൂക്കിയാണ് കാണിക്കുന്നത്. ഇത്രയും എമൗണ്ട് വന്നല്ലേ, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാകും, ഒന്നുകൂടി നോക്കിക്കെന്ന് പറയുമ്പോൾ ഒരു മിസ്റ്റേക്കും പറ്റിയിട്ടില്ല എന്ന് അവിടെ സ്റ്റാഫ് പറയുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ അല്ല എനിക്ക് ഈ ഹോസ്പിറ്റലിൽ ഒരാളെ പരിചയമുണ്ട്, ആൾ ഭയങ്കര സ്ഥാനത്തൊക്കെ ഉള്ള ആളാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കിട്ടുമെന്ന് ചോദിക്കുന്നതും ഇത് കാണുന്ന നമ്മുടെ സംഘാണെങ്കിൽ ഇവളുടെ തൊട്ട് പിന്നിൽ വന്ന് നിന്നിട്ട് ഇവൾ എന്താ ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇവളീ പറയുന്നത് കേൾക്കുന്ന സംഘാണെങ്കിൽ അത് കൊള്ളാം, ഹോസ്പിറ്റലിൽ ഡിസ്കൗണ്ട് ചോദിക്കുന്ന ആദ്യത്തെ ആളാണ് താൻ, അല്ല താനില്ലേ പറഞ്ഞത് എമൗണ്ട് ഒക്കെ ഫുൾ അടയ്ക്കാന്ന്, ഇപ്പം എന്തേ കാശില്ലെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കാശൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയും വലിയ എമൗണ്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ ഇവൾ പറയുന്നതും സംഘാണെങ്കിൽ എന്താ എൻ്റെ ഹെൽപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെറുതായിട്ടെന്ന് ഇവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഒരു ഡിസ്കൗണ്ടും ഇല്ല, ഫുൾ എമൗണ്ട് അടച്ച് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ പാവം 4-5 ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്തു കൊടുത്ത് ഒരു വർഷത്തിനുള്ളിൽ അടയ്ക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സെറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ പോകുന്ന ടൈമിലാണ് പെട്ടെന്ന് തലേ ദിവസത്തെ കാര്യം ഇവന് ഓർമ്മ വരുന്നതും, അതായത് എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യം മറന്നേക്ക്, അന്ന് എന്താ അങ്ങോട്ട് വരാഞ്ഞെന്നൊക്കെ ചോദിച്ച കാര്യങ്ങളും ഇവളുടെ ഫേസും ഇവൻ ഓർമ്മ വരുന്നുണ്ട്. ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതേ പെൺകുട്ടി തന്നെയാണ് ഈ ബിൽ കൗണ്ടറിൽ നിൽക്കുന്നത്. പക്ഷെ ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോകുന്നുണ്ട്. സംഘാണെങ്കിൽ പിന്നീട് ആ പടികളുടെയൊക്കെ ചിത്രം നോക്കി ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ടൈമിലാണ് യാങ് അങ്ങോട്ട് വരുന്നതും അതെ രാവിലെ മുതൽ പറയണമെന്ന് വിചാരിക്കുന്നതാ, പറയാതിരുന്നിട്ട് എനിക്കൊരു സമാധാനമില്ല, പക്ഷേ നിങ്ങൾ ഇന്നലെ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നോ എന്ന് സംഘം അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഇത് പറയരുതെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ പേര് ജൂക്കിയാണെന്ന് പറയുമ്പോൾ സംഘിന് പെട്ടെന്നൊരു പെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഇവൻ വീണ്ടും ജൂക്കി ജൂക്കി എന്ന് പറയുമ്പോൾ ഈ പെയിൻ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. സംഘാണെങ്കിൽ ദേഷ്യത്തിൽ താൻ എന്താണോ എന്നെ കളിയാക്കുകയാണോ, പോയി തനിക്ക് എന്നെ ഒരു വിലയില്ല എന്ന് പറയുന്നതും ഇതേതാ ഈ പെൺകുട്ടി എന്ന് ചോദിക്കുമ്പോൾ ഇവൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ വീഡിയോയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ കണ്ട പെൺകുട്ടി അത് ഇവള് തന്നെയാണെന്ന് വീഡിയോ കണ്ട് സംഘം പറയുന്നതും ഇവനാണെങ്കിൽ ഞാൻ ഇന്നലെ പെൺകുട്ടിയുടെ അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, സാറ് പോയിട്ടില്ലെന്നാണ് ഞാൻ
ഇങ്ങനെ വിചാരിച്ചത്, പക്ഷെ മിക്കവാറും പോയിട്ടുണ്ടായിരിക്കും. അവിടുത്തെ ചിത്രമായിരിക്കും സാർ ഇന്ന് രാവിലെ വരച്ചതെന്ന് യാങ് അവിടെ പറയുന്നുണ്ട്. പിന്നീട് ഇവനാണെങ്കിൽ ഡോക്ടർ അടുത്തേക്ക് വരുന്നതും ഞാൻ ഇന്നലെയും ഇന്നൊക്കെ സ്വപ്നം കണ്ടു, അതുപോലെ ഇന്ന് രാവിലെ ഒരു പെൺകുട്ടിയെ കണ്ടു, ആ പെൺകുട്ടിയെ പറ്റിയിട്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ഡ്രീം ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടറാണെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്താ കയ്യിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക എന്ന് ഡോക്ടർ പറയുമ്പോൾ ഇവൻ എത്ര ആലോചിച്ചിട്ടും അത് ഓർമ്മ വരുന്നില്ല. പക്ഷെ തലേ ദിവസം ഇവൻ കയ്യിൽ നോക്കി, അങ്ങനെ നിന്നെ മറക്കാൻ പോകുന്നില്ല, നിന്നെ നാളെ എന്തായാലും ഓർക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ കയ്യിൽ ഇത് എഴുതിയത്. ഇത് ആലോചിച്ചെടുക്കുന്ന സംഘാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ആലോചിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എഴുതിയതെന്ന് നല്ല ഓർമ്മയുണ്ടെന്ന് ഡോക്ടറിനോട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടറാണെങ്കിൽ അതൊരു പക്ഷേ ഇന്ന് രാവിലെ കണ്ട പെൺകുട്ടിയാണോ എന്ന് ഇവനോട് ചോദിക്കുന്നതും ഇവനാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇന്നലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയെന്ന് പറയുമ്പോൾ ഇവൻ ആലോചിക്കുന്ന ടൈമിൽ ആ വീട്ടിൽ പോയതും അവിടെ കുറെ ചെരുപ്പുകൾ കണ്ടതും ഇവള് ദേഷ്യപ്പെട്ടതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇതൊക്കെ പറയുന്നതും ഡോക്ടറാണെങ്കിൽ ഹിപ്നോട്ടിസം ചെയ്യുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. ആ ടൈമിൽ ഇവന് തലേ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും വിത്ത് ഡയലോഗ്സ് ഓർമ്മ വരുന്നുണ്ട്. ഇവനാണെങ്കിൽ ഞെട്ടി എണീക്കുന്നതും ഇതെന്താ ഞാൻ ഇവളെ പറ്റി മാത്രം ചിന്തിക്കുന്നത്, വേറെ ഒരു കാര്യങ്ങളും എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ എന്ന് പറയുന്ന സംഗിനോട് ഡോക്ടർ പറയുന്നത്, അതെ ഈ പ്രേമത്തിലായി കഴിഞ്ഞാൽ ബ്രെയിൻ എന്ത് മാറ്റം സംഭവിക്കാന്നറിയോ, ആ ഒരു മാറ്റമാണ് നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നത്, അതായത് നിങ്ങൾ പ്രേമത്തിലാണെന്നൊക്കെ പറയുമ്പോൾ സംഘം ഇത് കേട്ട് ശരിക്കും ഷോക്കാകുന്നുണ്ട്. ഡോക്ടറാണെങ്കിൽ അതായത് എന്തൊക്കെ കാര്യം നിങ്ങൾ മറക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിന് ആ പെൺകുട്ടിയെ പറ്റി മാത്രം മറക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആ പെൺകുട്ടിയെ പറ്റി മാത്രം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നതെന്ന് ഡോക്ടർ പറയുന്നതും അതിനുശേഷം ഡോക്ടർ ഇവന്റെ ചേഞ്ചസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന ടൈമിൽ എന്നാലും ആ പെൺകുട്ടി ഏതായിരിക്കുമെന്ന് അവിടെ ചിന്തിക്കുന്നുണ്ട്. അന്ന് നൈറ്റിൽ ഡയറി എഴുതുന്ന സംഘാണെങ്കിലോ പിന്നീട് ഇവളെ പറ്റി ഒരു ഡയറിയിൽ എഴുതാൻ ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവൾ ATM പോയിട്ട് ക്യാഷ് ഒക്കെ എടുത്തിട്ട് നേരെ ഈ ടെക്സ്റ്റൈലിന്റെ ഒരു മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അവിടെ പോയി ഇവൾ ക്ലോത്ത് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് സംഘ് വിളിക്കുന്നതും ഇവളപ്പോൾ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഘാണെങ്കിൽ ഓഹോ കോള് കട്ട് ചെയ്യാൻ മാത്രം ധൈര്യം ഉണ്ടോ എന്ന് പറഞ്ഞ് ഇവൻ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ, അതായത് 100 യൂണിറ്റ് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ്. ഇത് കാണുന്ന ജൂക്കിയാണെങ്കിൽ ഓഹോ സെയിം ട്രിക്ക് തന്നെ ഉപയോഗിക്കാനല്ലേ, ഈ പ്രാവശ്യം ഞാൻ അതിൽ വീഴില്ല എന്ന് പറഞ്ഞ് ഇവളത് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ വീണ്ടും ഒരു മെസ്സേജ് വരുന്നുണ്ട്, അതായത് ഹോസ്പിറ്റൽ ബില്ലിൽ 40% ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുമ്പോൾ ഇവളുടെ മനസ്സ് ജസ്റ്റ് ഒന്ന് ചാഞ്ചാടുന്നുണ്ടെങ്കിലും ഇവൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഈ 40% എന്നുള്ളത് 35ഉം 25ഉം 20 ഒക്കെ എത്തുന്ന ടൈമിൽ അയ്യോ ഇതെന്താ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് വേഗം ഇവനെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഘാണെങ്കിൽ ഓഹോ ക്യാഷിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ തനിക്ക് കോൾ ചെയ്യാൻ അറിയാലേ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ അതെ ഈ 40% 30% അത് ഞാൻ കണ്ടിരുന്നു, പക്ഷെ ഞാൻ വിളിക്കാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ട് അത് തന്നെ തരണം കേട്ടോ എന്നൊക്കെ ഇവൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ സംഘാണെങ്കിൽ ഇവളേനെ ഇങ്ങനെ ഓരോ ചൊറിയുടെ വർത്താനൊക്കെ പറയുമ്പോൾ ഇവള് ഉറക്കം അലറുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ നീ എന്തെങ്കിലും അലറുന്നതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ ദേഷ്യപ്പെട്ട് അലറിയതല്ല, നിങ്ങൾ കേട്ടില്ലെങ്കിലും എന്ന് വിചാരിച്ച് ഉറക്കെ സംസാരിച്ചതെന്നൊക്കെ നൈസായിട്ട് പറയുന്നതും ഇവനാണെങ്കിൽ നീ ഇപ്പോൾ എവിടെയുള്ളത് അഡ്രസ്സേക്ക് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവൻ ഈ മാർക്കറ്റിൽ എത്തുന്നതും ഇവൾ എന്തിനാ ഇതുപോലത്തെ ഒരു പ്ലേസിൽ വന്നേന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇവളെ വിളിച്ച് വഴിയൊക്കെ ചോദിക്കുന്നതും ഇവൻ നന്നായിട്ടൊന്ന് ചുറ്റിത്തിരിയുന്നുണ്ട്. ഫോണിൻ്റെ മറുവശത്തുള്ള ജൂക്കിയാണെങ്കിലോ എന്നെ കുറച്ച് ബുദ്ധിമുട്ടിച്ചതല്ലേ, അതുകൊണ്ട് കുറച്ചങ്ങ് ബുദ്ധിമുട്ടെന്ന് പറയുന്നതും അങ്ങനെ എങ്ങനെയൊക്കെയോ സംഘ് ഇവളുടെ അടുത്ത് എത്തുന്നുണ്ട്. നീ പകരം വീട്ടിയതാണെന്ന് സംഘ് ചോദിക്കുമ്പോൾ അല്ല ഈ വഴി കണ്ടുപിടിക്കാൻ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഇവൾ പറയുന്നതും പിന്നീട് ഇവൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ബില്ല് എമൗണ്ട് ഡിസ്കൗണ്ട് ആക്കാൻ പറയുമ്പോൾ ആ സ്റ്റാഫ് ആണെങ്കിൽ അത് ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞല്ലോ എന്നാണ് പറയുന്നത്. അത് കുഴപ്പമില്ല 40% ഡിസ്കൗണ്ട് കൊടുത്തേക്കെന്ന് പറയുന്നതും ഓ സാറിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കില്ലെന്ന് ചോദിക്കുന്ന സ്റ്റാഫിനോട് ഗേൾ ഫ്രണ്ടോ എൻ്റെ ഗേൾ ഫ്രണ്ടോ ഒന്നുമല്ല ജസ്റ്റ് ഒരു പരിചയക്കാരി അത്രയേ ഉള്ളൂ എന്ന് സംഘ് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ കോള് കട്ട് ചെയ്യുന്ന സമയത്ത് താങ്ക് യു എന്ന് പറഞ്ഞ് ഇവൾ അങ്ങ് ഒറ്റ പോക്കാണ്. അപ്പോൾ സംഘാണെങ്കിൽ ഇതെന്ത് പോക്ക എന്ന് പറഞ്ഞ് പിന്നാലെ പോകുന്നതും ഇതൊക്കെ കഴിയുമ്പോൾ എത്ര സമയമാകുമെന്ന് ഇവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവൾ മൈൻഡേ ചെയ്യുന്നില്ല. ഇവളാണെങ്കിൽ ഇതുപോലെ ഒരു കടയിൽ കയറിയിട്ട് അവിടുത്തെ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങ് ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ലേഡിയാണെങ്കിലും വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങളുടെ ഹസ്ബൻഡ് നോക്കിയേ എത്ര മാന്യനായിട്ടുള്ള ആളാന്നൊക്കെ പറയുമ്പോൾ ഹസ്ബൻഡോ ഇയാളെൻ്റെ ഹസ്ബൻഡൊന്നുമല്ല, ഈ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളെന്നെ എനിക്കറിയത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ മധ്യവയസ്കനോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേഡിയാണെങ്കിലും നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ ബാർഗെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ സംഘം അവിടെ പറയുന്നുണ്ട് അവർ പറഞ്ഞ വിലയ്ക്ക് ആ സാധനം അങ്ങ് എടുക്ക്, സമയം എത്രയാണ് പോകുന്നതെന്നൊക്കെ പറയുന്നതും കണ്ടോ നിങ്ങളുടെ ഹസ്ബൻഡ് എത്ര നല്ല ആളാന്നൊക്കെ ഈ ലേഡി ഇവിടെ വീണ്ടും പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ എങ്ങനെയൊക്കെ പൈസ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നതും ഞാൻ മര്യാദയ്ക്ക് ബാർഗെയിൻ ചെയ്ത് ആ സാധനത്തിൻ്റെ വില കുറയ്ക്കാൻ നോക്കിയതാ, നിങ്ങൾ എന്തിനാ അപ്പോഴേക്ക് ഇടയിൽ കയറി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അല്ല നീ എവിടെ പോയാലും ഇതുപോലെ വില പേശാറുണ്ടോ, അല്ല ഹോസ്പിറ്റലിൽ അടക്കം വില പേശുന്നത് ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയതാണെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അങ്ങനെ എല്ലായിടത്തൊന്നും വില പേശാറില്ല, ടാക്സി കാശ് അതുപോലെ ബസ് എമൗണ്ട് ഒക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ ഓ ഭാഗ്യം എന്ന് പറയുന്നതും എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് എന്തെങ്കിലും വാങ്ങിത്തരാൻ പറ്റുമോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഇവളാണെങ്കിൽ ഹോട്ടലിലേക്കൊന്നും അല്ല പോകുന്നത്, അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് എന്തോ ഇവന് വാങ്ങിക്കൊടുക്കുന്നതും ഈ ഫുഡാണ് എനിക്ക് വാങ്ങിത്തരുന്നതെന്ന്
എന്ന് ചോദിക്കുന്ന സംഗിനോട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയ്ക്കുള്ള പൈസയുള്ളൂ, വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് അതെടുത്ത് കഴിക്കാൻ നോക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കാശില്ല എന്ന് പറയാൻ ഒരു പ്രശ്നമില്ലെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഉള്ള കാര്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അത്രയും പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കഴിച്ചു എന്ന് ഇവൾ ഭയങ്കര ജാടയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഐസ്ക്രീം കഴിക്കണമെന്ന് ചോദിച്ച് ഇവൾ ഐസ്ക്രീം വാങ്ങാൻ പോകുമ്പോൾ ഈ പെൺകുട്ടിയെ ഞാൻ പ്രണയിച്ചിട്ടുണ്ടെന്നോ എനിക്ക് തോന്നുന്നേ ഇല്ല എന്ന് ഇവൻ സ്വയം പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ ഐസ്ക്രീം വാങ്ങി കൊടുക്കുന്നതും ഇത് നല്ല കോമ്പിനേഷൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവള് അന്ന് ചൈനയിൽ വെച്ച് നടന്ന ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവൻ്റെ കയ്യിലെ ടാറ്റു കാണുമ്പോൾ ഇത് നിങ്ങൾ വരച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അന്നും ഇവൻ ആ ചെടി വരച്ചിരുന്നല്ലോ, ആ ഓർമ്മയിലാണ് ഇവളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഇത് വരച്ചതൊന്നുമല്ല ടാറ്റു ആണെന്ന് പറയുന്നതും. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇവൻ്റെ കാറിൻ്റെ അടുത്തേക്ക് പോകുന്നതും ഇവളാണെങ്കിൽ കാറിൽ കയറാതെ നടന്ന് നീങ്ങുന്നത് കാണുന്ന ഇവനാണെങ്കിൽ അല്ല കാറിൽ പോകാമെന്നൊക്കെ പറയുമ്പോൾ വേണ്ട, എന്തായാലും ഇത്രയ്ക്കൊക്കെ ഉപകാരങ്ങൾ ചെയ്തല്ലോ, ഞാൻ ബസ് പിടിച്ച് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഇത് എന്ത് പെണ്ണ പറയുന്നത് ഒന്നും തന്നെ കേൾക്കുന്നില്ല, ഇവൾ എപ്പോഴും ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ് ഇവൾ പിന്നാലെ പോകുന്നതാണ് കാണിക്കുന്നത്.